ഇന്നത്തെ ബിസിനസ്സുകൾ വെറും ഫൗണ്ടറിൻ്റെയോ സിഇഒയുടെയോ ഗട്ട് ഫീലിംഗിൽ മാത്രം പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് ഇന്നത്തെ ഡേറ്റ ഡ്രിവൻ ലോകത്ത് എല്ലാ തീരുമാനങ്ങളും കമ്പനീസ് ഡേറ്റയുടെ അനാലിസിസിലൂടെ എടുക്കുന്നത്. ഇന്ന് ടെക് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല ഡേറ്റ സയൻസിലോട്ട് കടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡേറ്റ റിലേറ്റഡ് പൊസിഷൻസിലോട്ട് കടക്കാൻ പറ്റുന്നത്. ഡേറ്റ റിലേറ്റഡ് പൊസിഷൻസ് നമ്മുടെ ഡേറ്റ എഞ്ചിനീയറോ ഡേറ്റ സയൻസോ ഡേറ്റ അനലിറ്റിക്സോ എല്ലാം വരും. മറിച്ച് BBAയും MBA ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അതിന് സാധിക്കുന്നതാണ്. ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുമ്പം ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ടെക്നോളജിയേക്കാൾ കൂടുതൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബ് റോളാണ്. രണ്ടാമത്തെ മാനേജ്മെൻറ്റ് കോഴ്സസ്, എസ്പെഷ്യലി BBAയോ MBA ഒക്കെ കഴിഞ്ഞവർക്ക് മാർക്കറ്റിങ്ങിലും ഓപ്പറേഷൻസിലും ഫൈനാൻസിലും ഒക്കെ തിയററ്റിക്കലി ഉള്ള എക്സ്പീരിയൻസ് കാണും. അപ്പോൾ അവർക്ക് ടെക്നോളജി പഠിച്ചവരെക്കാട്ടി കൂടുതൽ ഒരു അവയർനെസ്, ബിസിനസ്സിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്കും ഡേറ്റ സയൻസ് ജോബ് റോൾ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഹൈ ഗ്രോത്ത് ഉള്ള ഡേറ്റ സയൻസ് മേഖലയിലേക്ക് എങ്ങനെ കടക്കാം, എന്തൊക്കെ പഠിക്കണം, എന്തായിരിക്കും കരിയർ ഗ്രോത്ത്, എന്തൊക്കെ പൊസിഷൻസിൽ ഏതൊക്കെ കമ്പനിയിൽ ജോബ് റോൾ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അക്കൗണ്ടിംഗ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്ക് ഒരു IT കരിയർ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ഇന്നിപ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ച ഒരുപാട് പേര് ഡേറ്റാ സയൻസിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയും തോറും മാനേജ്മെൻറ്റും ടെക്നോളജിയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ടെക്നോളജി, എസ്പെഷ്യലി AI പോലത്തെ ടൂൾസ് കാരണം ടെക്നോളജി വളരെ വേഗത്തിൽ ടെക്നോളജിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 10-15 വർഷം മാനേജർ റോളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഡേറ്റാ സയൻസിലോട്ട് സ്വിച്ച് ആകുന്നത് എനിക്കിന്ന് പേഴ്സണലി അറിയാം. അവരുടെ അടുത്തൊക്കെ പേഴ്സണലി സംസാരിച്ചപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോബ് നേരത്തെ പോലെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ സീനിയേഴ്സിനൊക്കെ ഒരു ഒപ്പീനിയൻ കൊടുത്താലോ ഇൻസൈറ്റ്സ് പറഞ്ഞാലൊന്നും അവർക്കത് ക്ലാരിറ്റി കിട്ടത്തില്ല. മറിച്ച് എന്ത് കാര്യവും അവരുടെ സീനിയേഴ്സായിട്ടുള്ളത് അവർ പങ്കുവെക്കണമെങ്കിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റയിൽ വെച്ചിട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആയിട്ട് പറഞ്ഞാൽ മാത്രം അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെയാണ് മെജോറിറ്റി മാനേജ്മെൻറ്റ് റോളിലുള്ളവരും ഡേറ്റാ സയൻസിലോട്ട് സ്വിച്ച് ചെയ്തത്. അവർ പറയുന്നത് കറണ്ട് സിനാരിയോയിൽ ബിസിനസ്സിലെ ഓരോ തീരുമാനങ്ങളും അനലിറ്റിക്കലും മെഷറബിളും ഇവൻറ്റ് ബേസ്ഡും ആയിരിക്കണം എന്നൊക്കെയാണ്. കൂടാതെ അവർക്ക് ഇത്രയും നാളുള്ള മാനേജ്മെൻറ്റിലും ഓപ്പറേഷൻസിലും ഫൈനാൻസിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് ആണ് ഒരു ടെക് ടീമും ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് അവരെന്നെ പറയുന്നത്. അത് ഇങ്ങനെയുള്ളവർ വളരെ ചുരുക്കമുള്ളവർക്കൊക്കെ വളരെ ഹൈ ഡിമാൻഡും ഉണ്ട്. പ്രഡിക്റ്റീവ് സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുക, റോ ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് കണ്ടെത്തുക, ഇതൊക്കെ അവർ പറയുന്ന അവരുടെ എക്സ്പീരിയൻസിൽ ടെക് പ്രൊഫഷണൽസിനെക്കാട്ടി കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് ബിസിനസ്സിലുള്ള എക്സ്പോഷർ കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കരിയർ സ്വിച്ചിങ്ങിലോട്ട് കടക്കാൻ MBA BBA കഴിഞ്ഞവർക്ക് ഉടനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ട് മാത്രം കഴിയുന്നില്ല. അവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എക്സ്പോഷർ വേണം, ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഇതിന് അവർക്ക് ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സിലുള്ള പരിചയം ആവശ്യമുണ്ട്. അങ്ങനെ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് അറിഞ്ഞിരിക്കണമെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഡേറ്റാ സയൻസിൻ്റെ ബേസിക്സ് തന്നെ, ബേസിക് ഫൗണ്ടേഷൻ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾ BBA ഒക്കെ പഠിക്കുമ്പോൾ ബേസിക് സ്റ്റാറ്റിക്സ് ഒക്കെ പഠിക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, പ്രോബബിലിറ്റി, റിഗ്രഷൻ അനാലിസിസ് എന്നിവയിലൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ. ഡേറ്റയിൽ നിന്ന് വിലപ്പെട്ട ഇൻസൈറ്റ്സ് കണ്ടെത്തുക മാത്രമല്ല, മറിച്ച് അത് നോൺ ടെക്നിക്കൽ ആൾക്കാരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻസ്, നിങ്ങൾ കണ്ടെത്തിയ ഇൻസൈറ്റ്സ് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് Power BI, ടാബ്ലോ, ക്ലിക്ക് വ്യൂ പോലുള്ള ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് കോഡിംഗ് എന്നായിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ ചിന്തിക്കാം എനിക്ക് ടെക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, എനിക്ക് കോഡിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ഈവൻ ടെക് പഠിച്ചവർക്ക് പോലും കോഡിംഗ് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, ഈവൻ ടെക് പഠിച്ചവർക്ക് പോലും കോഡിംഗ് വളരെ ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ എന്ന രീതിയിലുള്ള ഫീലിംഗ് ഉള്ള സമയത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ള ചിന്തയൊക്കെ വരാം. ഡെഫിനറ്റ്ലി പഠിച്ചെടുക്കാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ ടെക് പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ട അത്രത്തോളം കോഡിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു പൈത്തണിലോ R പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരുന്നാൽ മതിയാവും. ഇത് പഠിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ R പോലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഡേറ്റകൾ ക്ലീൻ ചെയ്യാനും നിങ്ങൾക്ക് റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ ഏതൊക്കെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ്. ഡിഫറെൻറ്റ് ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് പറയുമ്പോൾ Excel ഉണ്ട്, Power BI ഉണ്ട്, ടാബ്ലോ ഉണ്ട്. ഈ ടൂൾസിൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻറ്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ഉണ്ടായിരിക്കാനുള്ളൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് KPIs കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ടൂൾസും നോളജും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നെക്സ്റ്റ് ലെവൽ ആകുമെന്നുള്ളൊരു ഡൗട്ടും വേണ്ട. രണ്ടാമത്തെ വേണ്ടതാണ്
SQL-ലും പൈത്തണിലുള്ള നോളജ്. ഇതിൽ എന്തൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ SQL ഉപയോഗിച്ചിട്ട് ഡേറ്റ പൈത്തണിലോട്ട് പുള്ള് ചെയ്ത് അതിൽ ഡേറ്റ ക്ലീൻ ചെയ്യാനും മോഡൽസ് ബിൽഡ് ചെയ്യാനും ഒക്കെയുള്ള സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ നിങ്ങൾക്കൊരു IT ടീമിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് എൻ്റെ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് അനാലിസിസും അനലിറ്റിക്സും ഇൻസൈറ്റ്സ് ഒക്കെ ഡെറൈവ് എടുക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിംഗ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഡേറ്റ അനാലിസിസിന് എല്ലാവർക്കും, ഒരു 6 ഇയർ ഉള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഒരു 60 ഇയർ ഉള്ള ഒരാൾക്കും ഒരുപോലെ മനസ്സിലാകുന്നതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കഴിവാണ്. BBA ഗ്രാജുവേറ്റ്സിന് ഇത് വളരെ എളുപ്പമായിരിക്കും. കാരണം അവർ പഠിക്കുന്ന സമയത്ത് തന്നെ മാർക്കറ്റിങ്ങും HR-ഉം ഫൈനാൻസും പ്രസൻറ്റേഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഡേറ്റയെ കമ്പൈൻ ചെയ്ത് സ്റ്റോറീസ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കറായിട്ട് വളരാൻ പറ്റുന്നതാണ്. നിങ്ങൾ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റിൽ നിന്ന് ഡേറ്റാ സയൻസിൽ സ്വിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണമെന്ന്, എന്തൊക്കെ സ്കില്ല് വേണമെന്ന് മനസ്സിലാക്കി ഇനി അത് പഠിച്ചാൽ മാത്രം പോലും നമുക്ക് ജോലിയും ലഭിക്കേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു കരിയറും ബിൽഡ് ചെയ്യണം. അപ്പോൾ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഇത്ര സ്കില്ലുള്ള BBA ഗ്രാജുവേറ്റ് എന്തൊക്കെ കരിയർ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. നമ്പർ 1 എന്ന ഡേറ്റ അനലിറ്റിക്സ് ആണ്. ബിസിനസ്സിനെ അടിസ്ഥാനമാക്കി ഡേറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇൻസൈറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോലി. ഉദാഹരണത്തിന് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോബ് റോള്. രണ്ടാമത് ബിസിനസ് ഇൻ്റലിജൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവർ ടാബ്ലോ, പവർ ബൈ പോലുള്ള ടൂൾസ് ആയിരിക്കും കോമൺലി യൂസ് ചെയ്യുന്നത്. അവർ ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് കോംപ്ലക്സ് പ്രോബ്ലംസിന് പോലും എളുപ്പത്തിലുള്ള സൊല്യൂഷൻ കണ്ടെത്താനും സ്മാർട്ട് ഡിസിഷൻസ് എടുക്കാനും സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോള്. മൂന്നാമത് പ്രൊഡക്റ്റ് അനലിസ്റ്റ്. ഇവർ ഒരു പ്രൊഡക്റ്റിൽ, ഒരു ടെക് പ്രൊഡക്റ്റിൽ എങ്ങനെ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്തുന്നവരാണ്. BBA അല്ലെങ്കിൽ MBA കഴിഞ്ഞ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് ഈ ജോബ് പെർഫെക്റ്റ് ആയിരിക്കും. ദെൻ മാർക്കറ്റിംഗ് ഡേറ്റ സ്പെഷ്യലിസ്റ്റ്, ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ബഡ്ജറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ജോബ് റോള്. അഞ്ചാമത് കസ്റ്റമർ എക്സ്പീരിയൻസ് അനലിസ്റ്റ്. നെറ്റ് പ്രൊമോട്ടർ സ്കോർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ പോലുള്ള സ്കോർസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കമ്പനിക്ക് യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ കൂട്ടാം, കസ്റ്റമർ എങ്ങനെയാണ് ആ കമ്പനി കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. നിങ്ങൾ HR ഓർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ ജോബ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇതുവരെ എന്തൊക്കെ ജോബ് റോളെന്നും എന്തൊക്കെ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്ത് സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ്റ, എഡെക്സ്, ഉഡമി പോലുള്ള പ്ലാറ്റ്ഫോംസിൽ, ഈവൻ കോഴ്സ്റയിൽ ഗൂഗിളിൻ്റെ ഒരു ഡേറ്റ അനലിറ്റിക്സ് കോഴ്സുണ്ട്, IBM-ൻ്റെ ഒരു കോഴ്സുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സഹായത്തോടെ ലൈവ് പ്രൊജക്ട്സിലൊക്കെ എക്സ്പോഷർ നേടി പഠിക്കാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂർ ലേണിങ്ങിനെ സമീപിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലാണ്, ഒരു 10 years ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നോക്കുന്നത്, നിങ്ങൾക്ക് IIM ബാംഗ്ലൂരിൻ്റെ XLRI പോലുള്ള സ്ഥലത്ത് എസ്പെഷ്യലി BBA പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡേറ്റാ സയൻസ് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അത് മെജോറിറ്റിയും ഓൺലൈൻ ആയിരിക്കും. ഏറ്റവും അവസാനത്തെ 2 to 3 വീക്സിൽ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ക്യാമ്പസിൽ പോകേണ്ട ആവശ്യം വരത്തുള്ളൂ. അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ എഡ്യൂറിൻ്റെ PG in AI പ്രോഗ്രാം ഉണ്ട്. 12 month ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റ് ഉള്ള 150ഓളം പ്രൊജക്ട്സ് വരുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം പഠിച്ച ഇതുവരെയുള്ള എല്ലാവർക്കും ജോബ് ലഭിച്ചിട്ടുണ്ട്, പഠിച്ച് പാസ്സായ എല്ലാവർക്കും ജോബ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഡൊമൈൻ്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്താണെന്ന് നോക്കാം. എസ്പെഷ്യലി നോ കോഡ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഓരോ ദിവസവും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോ കോഡ് പ്ലാറ്റ്ഫോംസും ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസിൻ്റെയൊക്കെ കടന്നുവരുകൊണ്ട് ഡേറ്റാ സയൻസും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ എല്ലാവർക്കും ഈസിലി ആക്സസിബിളായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിൽക്കുന്ന ബിസിനസ് ആണെങ്കിലും ഡേറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BBA ഗ്രാജുവേറ്റ്സിന് ഡേറ്റ മേഖലയിൽ വളരെ മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. AI-യും ML-ഉം ഒക്കെ CRMസിൻ്റെയും ERP-യുടെയൊക്കെ ഒരു പാർട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. സോ നിങ്ങൾക്ക് ഡേറ്റാ സയൻസ് പഠിക്കാൻ മികച്ച അവസരമാണ്. ഡേറ്റാ ഡ്രിവൺ ട്രാൻസ്ഫോർമേഷൻ്റെ നെക്സ്റ്റ് ഫേസിനെ ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സോ ഈ അവസരം പാഴാക്കണ്ട, ഒരുപാട് ചിന്തിക്കേണ്ട, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങൂ. ഹാപ്പി ലേണിംഗ്.